Hi friends, ഇന്നത്തെ വീഡിയോ ഒരു ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ജിമെയിൽ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് ഒരു ഡൺ എന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അവിടെ നിങ്ങൾക്ക് പ്ലസ് എന്നൊരു ഐക്കണിന് നേരെ ആഡ് ആൻ ഇമെയിൽ അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെറ്റപ്പ് ഇമെയിൽ എന്ന ഒരു മെനുവിൽ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിളിൻ്റേതായ ഒരു പുതിയ പേജിലേക്ക് പോകുന്നതായി കാണാൻ സാധിക്കും. ആ പേജിൻ്റെ തൊട്ട് താഴെയായി ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർ മൈ സെൽഫ്, ഫോർ മൈ ചൈൽഡ് എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ഞാൻ ഫോർ മൈ സെൽഫ് എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കാനുള്ള ഒരു വിൻഡോ വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം താഴെയായി നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ബേസിക് ഇൻഫർമേഷൻ എന്ന ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. തൊട്ടു താഴെയായി ജെൻഡർ ഏതാണ് എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ ക്രിയേറ്റ് എ ജിമെയിൽ അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജിമെയിൽ ഐ ഡിക്ക് പേര് നൽകുമ്പോൾ അവസാനമായിട്ടുള്ള @gmail.com എന്നത് കൂട്ടിച്ചേർക്കേണ്ടതില്ല. അത് നിങ്ങൾ നൽകുന്ന പേരിൻ്റെ അവസാന ഭാഗത്തായി ഫിക്സ് ആയിട്ട് നിങ്ങൾക്കവിടെ കാണാവുന്നതാണ്. ജിമെയിൽ ഐ ഡിക്ക് പേര് നൽകുമ്പോൾ നിങ്ങൾക്ക് ദാറ്റ് യൂസർ നെയിം ഈസ് ടേക്കൺ ട്രൈ അനദർ എന്നൊരു വേർഡ് താഴെ കാണുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കൊടുത്ത അതേ പേരിൽ മറ്റൊരു ജിമെയിൽ ഐ ഡി നിലവിലുണ്ട് എന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത പേരിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ ഐ ഡിക്ക് പാസ്വേഡ് നൽകാനുള്ള ഒരു വിൻഡോ വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് പാസ്വേഡ് അതുപോലെ കൺഫേം എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പാസ്വേഡ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ എന്താണോ കൊടുത്തത് അത് തന്നെയായിരിക്കണം കൺഫേം എന്ന ഓപ്ഷനിൽ കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമാണ് പാസ്വേഡ് ക്രിയേറ്റായി വരികയുള്ളൂ. പാസ്വേഡ് നൽകുമ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ കുറഞ്ഞത് ഒരു ക്യാപിറ്റൽ ലെറ്റർ എങ്കിലും നൽകുക. ഒപ്പം നമ്പേഴ്സും സിംബൽസും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് സ്ട്രോങ് ആക്കാൻ സാധിക്കും. ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം. അവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ അവസാനത്തിൽ യെസ് ഐ ആം ഇൻ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകിയ പേരും ജിമെയിൽ ഐ ഡിയും കാണിക്കുന്ന ഒരു വിൻഡോ കാണാം. അവിടെ ഏറ്റവും താഴെയായിട്ട് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പ്രൈവസി ആൻഡ് ടൈംസ് എന്ന് കാണിച്ചുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നത് കാണാം. നിങ്ങളിത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഏറ്റവും അടിയിലായി ഐ അഗ്രി എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഗൂഗിൾ സർവീസസ് എന്നൊരു വിൻഡോ ഓപ്പണായി വരും. അവിടെ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നതിന് നേരെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനായിട്ടുമുള്ള ഒരു ഓപ്ഷൻ കാണാം. അതായത് നിങ്ങൾ ഈ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഫയൽസും നിങ്ങൾക്ക് മറ്റൊരു മൊബൈൽ ഫോണിൽ ലഭിക്കണമെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് എന്ന ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് തിരിച്ചെടുക്കാൻ കഴിയും. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് അക്സെപ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്തതുപോലുള്ള വിൻഡോ തന്നെ ആയിരിക്കും വീണ്ടും വരിക. ആഡ് ആൻ ഇമെയിൽ അഡ്രസ്സ് എന്ന ഓപ്ഷന് തൊട്ട് മുകളിലായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ഐ ഡി വന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് ഏറ്റവും അടിയിലായിട്ട് ടേക്ക് മീ ടു ജിമെയിൽ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പണായി വരുന്നത് കാണാം.